Hello, all of you welcome to IFO-CCR Net. So CCR UGC DBT എക്സാമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എക്സാമിൻ്റെ സിലബസ് അല്ലെ പുതിയതായിട്ട് CCR അവൈലബിൾ ആക്കിയിട്ടുള്ള റിവൈസ്ഡ് സിലബസിനെ പറ്റിയിട്ടും ഒക്കെ പല അഭ്യൂഹങ്ങളും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബട്ട് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് സിലബസിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഹൗ ദ പാറ്റേൺ ഓഫ് എക്സാം വിൽ ബി ചേഞ്ച്, ഏതൊക്കെ പോർഷൻസ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി പല റൂമേഴ്സ് ഉണ്ട്. there were many videos which were saying many something. അപ്പോൾ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കൺസെപ്റ്റ് CCR UGC DBT നെറ്റ് എക്സാമിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു IFO-CCR നെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ CCRൻ്റെ ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് CCRൽ അല്ലെങ്കിൽ CCR UGC DBT കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു നെറ്റ് എക്സാമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ സിലബസിൽ ഉണ്ടാകുന്ന മാറ്റം. കാരണം നമുക്കറിയാം, നമുക്കൊരു പരീക്ഷ എഴുതണമെങ്കിൽ വി വാണ്ട് ടു നോ ദി സിലബസ് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതാ നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് മാത്രമല്ല ഇതിൽ കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ ബയോടെക്നോളജി സ്റ്റുഡൻസിന് ബെറ്റ് മാത്രമല്ല കിട്ടുന്നത്. ഈ ഒരു ഒറ്റ എക്സാമിൽ വി ഹാവ് ടു ഗെറ്റ് ദ ബോത്ത് ക്വാളിറ്റി. നെറ്റും കിട്ടുന്നുണ്ട്, ബെറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പും ബയോടെക്നോളജിസ്റ്റ് ആവാനുള്ള എലിജിബിലിറ്റിയും നമുക്കൊരു സിംഗിൾ എക്സാമിലൂടെ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ CCR UGC DBT കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു നെറ്റ് എക്സാമിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് സംവർ മുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ വലിയ എക്സാം ആണ്, കോംപ്ലക്സിറ്റി കൂടുതലാണ്, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. കൂടും, നിങ്ങളെ കൊണ്ട് എല്ലാവരും കൊണ്ടും കൂടും. ആൻഡ് ഓൾസോ ഇതിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ വി വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ആൻഡ് ഓൾസോ ഇന്ന് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഓവറോൾ ആയിട്ടുള്ള സിലബസ് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു ഇൻട്രൊഡ്യൂസിങ് സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്ന് മുതലുള്ള നമ്മുടെ വീഡിയോസിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് അനാലിസിസ് ആയിരിക്കും. സോ യു ഹാവ് ഫസ്റ്റ് വൺ, ആദ്യത്തെ സിലബസ് ഫസ്റ്റ് യൂണിറ്റ് ആണ് ആക്ച്വലി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ 26 ജൂൺ വരെയുള്ള നമ്മുടെ പരീക്ഷയിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി എല്ലാവരും പറയുന്ന ബയോകെമിസ്ട്രി എന്നാണ്. ബിക്കോസ് മോളിക്യൂൾസ് ആൻഡ് ദർ ഇൻട്രാക്ഷൻ റിലവൻറ്റ് ടു ബയോളജി. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോളിക്യൂൾസും അവരുടെ ഇൻട്രാക്ഷൻസും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക് നെയിം ഉണ്ടായിരുന്നത്. ഈ ഒരു പുതിയ സിലബസിനകത്ത് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് അവർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ് ആക്കി. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിസർച്ച് ബേസിസിൽ വി വാണ്ട് ടു നോ മോർ ഫോക്കസിങ് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് enzymes, different kinds of amino acids, like that അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, മുന്നേ ഉള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ 2011 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയാലും അമിനോ ആസിഡും പ്രോട്ടീൻസും എൻസൈംസും ന്യൂക്ലിക് ആസിഡ്സും ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് CCRൽ കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു 40 to 46 മാർക്ക് ഔട്ട് ഓഫ് 200 നമുക്ക് നേടാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ആക്ച്വലി ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ എന്ന് വെച്ചാൽ ഇവർ മുന്നേ ഒരുമിച്ച് ഒരു സിംഗിൾ സബ് ടോപ്പിക് ആയിട്ട് ഉണ്ടായിരുന്നതിന് ഇവരൊന്നും ഇങ്ങനെ സെപ്പറേറ്റഡ് ആക്കി എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും ബയോമോളിക്യൂൾസിലേക്ക് ചുരുങ്ങുന്ന ഒരു കണ്ടീഷൻ കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ നമ്മൾ നമ്മൾ ആദ്യം വളരെ ബേസിക് കൺസെപ്റ്റ് ആണ് ഇതിൽ ഫസ്റ്റ് സബ് ടോപ്പിക് വരുന്നത്. ആറ്റംസിൻ്റെ സ്ട്രക്ചർ, മോളിക്യൂൾസ്, കെമിക്കൽ ബോണ്ടിങ്ങുകൾ, ഈ ഒരു രീതിയിൽ ചേഞ്ചസ്, പേരുകൾ മാത്രം മാറ്റിയിട്ടേ ഉള്ളൂ, പക്ഷേ കണ്ടൻസ് എല്ലാം സെയിം ആണ്. പിന്നെ നമ്മൾ ഓരോ ബയോമോളിക്യൂളും, ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്,
we have nucleic acid, and also we have vitamins. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പോസിഷൻ അല്ലേ, കോമ്പോസിഷൻ എങ്ങനെയൊക്കെ എത്രത്തോളം ഇത് നമ്മുടെ സെല്ലുകളിൽ കോമ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ആൻഡ് ഓൾസോ ഈ ഒരു ബയോമോളിക്യൂൾസിൻ്റെ ഒക്കെ ഒരു ഫങ്ഷൻ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ പരീക്ഷകളിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സും ആണ് കേട്ടോ. അതായത് പ്രോട്ടീൻസിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ആക്ച്വലി അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഓൾസോ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടിൽ വൈറ്റമിൻസും ലിപ്പിഡും കാർബോഹൈഡ്രേറ്റുകളും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. ഓക്കെ, മൂന്നാമത്തെ ഇതിലെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബയോമോളിക്യൂളുകളൊക്കെ നമുക്ക് അതുപോലെ ഇൻട്രാക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ അല്ലേ, അവർ തമ്മിൽ ഡെഫിനറ്റ്ലി നമുക്ക് DNA ആണെങ്കിലും ഇപ്പോൾ പ്രോട്ടീനുകളാണെങ്കിലും അവർക്കൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ, നമ്മുടെയൊക്കെ DNA ഡബിൾ ഹെലിക്കലാണ്. അപ്പോൾ DNA ഡബിൾ ഹെലിക്കലായിട്ട് നിൽക്കണം. ഒരു DNAയിൽ ഒരു പ്രോട്ടീൻ വന്നിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രോട്ടീൻസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് നമുക്ക്, അല്ലെങ്കിൽ ഈ ബയോമോളിക്യൂൾസ് തമ്മിലുണ്ടാവുന്ന സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് ആക്ച്വലി C എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് ഇസ് മനസ്സിലായില്ല, സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വാൻ ഡെർ വാൾ ഇൻട്രാക്ഷൻ, what is van der Waal interaction, how the van der Waal interaction is formed, what is the van der Waal radii, what is the London dispersion force, all this നമുക്ക് ഇതിലേക്ക് വരണം. You want to study that. That's the very basic of this biomolecular interaction. And we have electrostatic interaction, we have hydrogen bonding, how the hydrogen bonding is formed, how the dipole moment, like that. എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക, which is will act as an hydrogen bond donor ആയിട്ട് ആക്ട് ചെയ്യുന്നു, acceptor ആയിട്ട് ആക്ട് ചെയ്യുന്നു, how the bond will be formed, how that hydrogen bonding will be stabilized at a specific biomolecule. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. And also we have hydrophobic interactions അല്ലേ. ഡെഫിനറ്റ്ലി ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോട്ടീൻസിൻ്റെ ഫോർമേഷനിലാണ്. നമുക്കറിയാം ഓരോ പ്രോട്ടീൻസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് നേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. ആ ഒരു സ്ട്രക്ചറിൽ അവർ ഫോൾഡ് ചെയ്യണം. ആ ഒരു ഫോൾഡ് ഇങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം, ദാറ്റ് ഇസ് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് സബ് ടോപ്പിക് ആണ് ആക്ച്വലി പ്രിൻസിപ്പിൾ ഓഫ് ബയോഫിസിക്കൽ കെമിസ്ട്രി. അതായത് നമ്മൾ നോർമലി നമ്മുടെ pH, ബഫർ, എൻസൈം കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് D എന്ന് പറയുന്നത്. ഇതിൽ ഫുള്ളി നമ്മൾ ബയോ കെമിക്കൽ സൈക്കിൾസ് ആണ് വരിക. നമ്മുടെയൊക്കെ സെല്ലിൽ നടക്കുന്ന സ്പെസിഫിക് ATP സിന്തസൈസിങ് ആയിട്ടുള്ള ATP ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ബയോ എനർജറ്റിക് സൈക്കിൾസ് നമുക്ക് നടക്കുന്നുണ്ട്. സോ ഗ്ലൈക്കോലിസിസ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, അതുപോലെ തന്നെ ATP സിന്തസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും. അതുപോലെ തന്നെ വി ഹാവ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അതാണ് നമ്മൾ കപ്പിൾഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻ, ATP ഹൈഡ്രോളിസിസ്, GTP ഹൈഡ്രോളിസിസ്, ഇതൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ്. അതുപോലെ തന്നെ ബയോളജിക്കൽ എനർജി ട്രാൻസ്ഡ്യൂസേഴ്സ്, ഓൾ ദീസ് ആർ കം അണ്ടർ ദ ഈ ചാപ്റ്റർ കേട്ടോ. ഈ യൂണിറ്റിൽ ഈ ചാപ്റ്ററിലാണ് ഇതെല്ലാം വരുന്നത്. ആൻഡ് F ചാപ്റ്ററിൽ നമ്മൾ ഫുള്ളി എൻസൈംസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. എൻസൈം എങ്ങനെയാണ് ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുക, എങ്ങനെയാണ് അവർ റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുക, അവരുടെ എനർജി എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ അവരുടെ കൈനറ്റിക്സ്, ഓരോ എൻസൈമിൻ്റെയും സ്പീഡ്, അവരുടെ ക്വാളിറ്റി, K-CAT by അല്ലേ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് എൻസൈമുകൾ പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഓരോ എൻസൈമിനെയും ഹൗ ദി ആർ റെഗുലേറ്റഡ് അല്ലേ, ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടാവും, കോമ്പറ്റേറ്റീവ് രീതിയിൽ റെഗുലേറ്റ് ചെയ്യാം, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ലൂപ്പ് വഴി അല്ലേ, ഫീഡ്ബാക്ക് ഇൻഹിബിഷനും അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്കും വഴി നമുക്ക് ഒരു എൻസൈമിനെ റെഗുലേറ്റ് ചെയ്യാം. അലോസ്റ്റീറിക് മോഡ് ഓഫ് റെഗുലേഷൻ ഈസ് ദെയർ. ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി എൻസൈം റെഗുലേഷനിൽ നോക്കുന്നത്. And also we have mechanism of enzyme catalysis. Complete enzyme in the
catalytic principle. അപ്പോൾ അതിൽ Michaelis Menten constant ഉണ്ടാവും. We have to know about first order reaction, we have to know about second order reaction, equilibrium of an reaction, like that. Okay, ഇതൊക്കെയാണ് നമ്മൾ F ചാപ്റ്ററിൽ നോക്കുന്നത്. ആൻഡ് G ആൻഡ് H നമ്മൾ കൺഫോർമേഷൻ ഓഫ് പ്രോട്ടീനും കൺഫോർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡും മുന്നത്തെ സിലബസിൽ ഇത് രണ്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത യൂണിറ്റുകളാണ്. കാരണം പ്രോട്ടീനിന്റെ കൺഫോർമേഷൻ നമുക്ക് വേറെ തന്നെ പഠിക്കണം. സോ ഇൻ ദാറ്റ് കേസ് യു വാണ്ട് ടു നോ അബൌട്ട് രാമചന്ദ്രൻ പ്ലോട്ട്, പ്രോട്ടീൻസിന്റെ psi and phi ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് നോട്ട് ചെയ്യുന്നതാണ് രാമചന്ദ്രൻ പ്ലോട്ട്. ആൻഡ് വി ഓൾസോ സ്റ്റഡി അബൌട്ട് സെക്കൻഡറി സ്ട്രക്ചർ, ആൽഫ ഹെലിക്കൽ, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ് തുടങ്ങിയ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ഡൊമൈൻ, മോട്ടീവ് ആൻഡ് ഫോൾ. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് മോളിക്കുലർ ബയോളജിയിലായിരുന്നു. അത് നമ്മൾ ഫുള്ളി എന്ത് ചെയ്തു, ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലേക്ക് വന്നു. ന്യൂക്ലിക് ആസിഡ് കൺഫോർമേഷനിൽ നമ്മൾ ABZ ഫോം ഓഫ് DNA, അവരുടെ സ്ട്രക്ചേഴ്സ്, അവരുടെ ആംഗിൾ, അവരുടെ ഹെലിക്കൽ ട്വിസ്റ്റ്, അങ്ങനെ ആ ഒരു DNAയുടെ കംപ്ലീറ്റ് ടോപ്പോളജീസ് ആണ് നമുക്ക് H എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ വി വാണ്ട് ടു നോ അബൌട്ട് സ്റ്റെബിലിറ്റി ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് വി ഹാവ് കെമിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ വി ഹാവ് ഫിസിയോളജിക്കൽ ആൻഡ് ഓൾസോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ആക്ച്വലി ഒരു പ്രോട്ടീനിൻ്റെയും അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെയും സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ അതിവിടെ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വൺ ഈസ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ് ആൻഡ് വിറ്റാമിൻസ്. അപ്പോൾ ഇത് നോർമലി കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം ആണ്. അതിനകത്ത് നമുക്ക് ഗ്ലൂക്കോനിയോജെൻസിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനുണ്ടാവുക. ആൻഡ് ഓൾസോ വി ഹാവ് TCA സൈക്കിൾ, ലൈക്ക് ദാറ്റ്. ആൻഡ് ലിപ്പിഡിൽ നമുക്ക് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ പഠിക്കാനുണ്ട്, ഫാറ്റി ആസിഡ് സിന്തസിസ് പഠിക്കാനുണ്ട്. ഓക്സിഡേഷൻ ആവുമ്പോൾ ബീറ്റ, ഒമേഗ, ഗാമ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് പഠിക്കാനുണ്ടാവും. അമിനോ ആസിഡ്സിൻ്റെ സിന്തസിസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ സിന്തസിസ് എങ്ങനെയാണ് നടക്കുക. ആൻഡ് ഓൾസോ ന്യൂക്ലിയോടൈഡ്സിൻ്റെ മെറ്റബോളിസം ആൻഡ് ഓൾസോ വിറ്റാമിൻസിൻ്റെ മെറ്റബോളിസം. ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ മെറ്റബോളിസം ഇതിൽ വലിയ സിഗ്നിഫിക്കൻസ് ഇതുവരെയുള്ള പരീക്ഷകളിലൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ പോർഷനും നമുക്ക് CSERന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അമിനോ ആസിഡ്സ്, അതുപോലെ ന്യൂക്ലിയോടൈഡ്സ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ലിപ്പിഡ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് ബീറ്റ ഓക്സിഡേഷനും ഒമേഗ ഓക്സിഡേഷനും റിലേറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ CSER UGC DBT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ സിലബസിലെ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ CSER UGC നെറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഐഫറിൻ്റെ കേസിൽ നമ്മൾ ഇതിലൊരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു യൂണിറ്റ് എന്ത് ചെയ്യുക ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ CSER UGC DBT നെറ്റ് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ definitely I think you will like this video, it will be useful to you. അതേപോലെ ഇതുപോലെയുള്ള ആസ്പിരൻസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു ദം. ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ 14 യൂണിറ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ക് ദിസ് വീഡിയോ. Please definitely press on the like button and also നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ CSER UGC DBT കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫോർ മോർ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ പ്രസ് ഓൺ ദ ബെൽ ഐക്കൺ. താങ്ക് യു സോ മച്ച്. ബൈ.